ദുബായിലെ പള്ളികൾക്ക് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റമദാനിൽ പള്ളികൾക്ക് സമീപമുള്ള പാർക്കിംഗ് സോണുകളിൽ 24 അവേഴ്സും ഫ്രീ പാർക്കിംഗ് ആണെന്ന് ദുബായ് RTA അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സോണുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: MP എന്നീ മാർക്കിങ്ങുകൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ സൈൻ ബോർഡുകളുള്ള പള്ളികൾക്ക് പ്രദേശത്തെ പാർക്കിംഗ് സോണുകളിൽ വിശുദ്ധ റംലാൻ മാസത്തിൽ 24 അവേഴ്സും ഫ്രീ പാർക്കിംഗ് ആണ്. ദുബായ് RTA അറിയിച്ചിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ബസ്സുകളുടെയും ജലഗതാഗത സംവിധാനങ്ങളുടെയും ഒക്കെ മാറ്റം വന്നിട്ടുള്ള സമയക്രമീകരണം അറിയാനായി RTAയുടെ ഒഫീഷ്യൽ ആപ്പ് സന്ദർശിച്ച് നിങ്ങളുടെ യാത്ര ക്രമീകരിക്കുക. ഷാർജയിൽ റംലാൻ മാസത്തിൽ ട്രക്കുകൾ പൊതുനിരത്തിൽ ഇറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സിറ്റി ഏരിയകളിലാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ജോലി സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു, സ്കൂളുകളുടെ സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇഫ്താർ സമയത്തെ തിരക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് പീക്ക് അവേഴ്സിൽ ട്രക്കുകൾ പൊതുനിരത്തിൽ ഇറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഷാർജ RTA ഇങ്ങനെ ഒരു അറിയിപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഇന്ന് വിശുദ്ധ റമളാൻ ആരംഭിക്കുന്ന ദിവസമായ ഫെബ്രുവരി 18 ബുധനാഴ്ച മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഷാർജയിലെ മെയിൻ സിറ്റി റോഡും ദെയ്ദ് റോഡ്, അതായത് ഇന്റർസെക്ഷൻ 7 മുതൽ ദെയ്ദ് ടൗൺ വരെയുള്ള ഭാഗത്തും ട്രക്കുകൾ രാവിലെ 6:30 മുതൽ 10 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി തൊട്ട് രാത്രി 8 മണി വരെയുമുള്ള സമയത്ത് പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എമിറേറ്റ്സ് റോഡ് E611-ൽ ട്രക്കുകൾ രാവിലെ 6:30 തൊട്ട് 10 മണി വരെ പ്രവേശിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഡ്രൈവർമാരും മറ്റ് കമ്പനികളും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. പാലിക്കാത്തവർക്കെതിരെ കനത്ത പിഴ ഈടാക്കുമെന്നും RTA സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ UAEയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും അസ്ഥിരമായൊരു കാലാവസ്ഥ തുടരാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൂരക്കാഴ്ച കുറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ദുബായ് പോലീസ് പറയുന്നത് വാഹനയാത്രികരോട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ വാഹനം ഓടിക്കണമെന്നുള്ളൊരു കാര്യമാണ്. സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക. പലയിടങ്ങളിലും സ്പീഡ് ലിമിറ്റിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പ്രത്യേകിച്ച് അബുദാബി, എമിറേറ്റിലൊക്കെ ഇങ്ങനെ മൂടൽമഞ്ഞുണ്ടാകുന്ന സമയത്ത് സ്പീഡ് ലിമിറ്റിൽ മാറ്റം വരുന്ന കാര്യം നമുക്കറിയാമല്ലോ. പുണ്യ റമളാൻ മാസത്തിൽ അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അധികൃതർ. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2026 ഫെബ്രുവരി 18 ബുധനാഴ്ച.